വിഷയമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ ഫോട്ടോഗ്രാഫേഴ്സ് വർക്കിന് വരുന്നു, ഫോട്ടോഗ്രാഫേഴ്സ് തമ്മിലുള്ള പരസ്പര മത്സരം, ഓപ്പോസിറ്റ് വരുന്ന രണ്ടാളുകൾ തമ്മിലുള്ള അല്ലെ രണ്ട് സ്റ്റുഡിയോകൾ തമ്മിലുള്ള മത്സരം, അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം മത്സരിക്കുകയാണ്. അവനേക്കാൾ നന്നായി ഞാൻ കൊടുക്കാം. ശരിയാണ്, വർക്ക് നമുക്ക് തരുന്നു, ഏറ്റവും നന്നായിട്ട് ക്ലയന്റിന് നമുക്ക് വർക്ക് കൊടുക്കണം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഈ പരസ്പരം ഫോട്ടോഗ്രാഫേഴ്സ് തമ്മിൽ എന്തിനാണ് ഈ പരസ്പരം മത്സരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കാത്ത ഒരുപാട് വർഷങ്ങൾ ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ ഈ പള്ളിയിൽ എത്താനായിട്ട് ഒരല്പം വൈകി എന്ന് കരുതുക. വൈകി കഴിഞ്ഞു. അപ്പം പെണ്ണിന്റെ ഭാഗത്തുനിന്ന് അല്ല വരന്റെ ഭാഗത്തുനിന്നുള്ളവർക്ക് മാത്രമേ ആ ഫോട്ടോ കിട്ടിയുള്ളൂ എന്ന് കരുതുക. നമുക്ക് അവരോട് അതൊന്ന് ചോദിക്കാൻ പറ്റും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മത്സരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് വരുന്നവരെ മാനിച്ച് അവരുടെ കൂട്ടത്തിലും ഒക്കെ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു ജോലിയല്ലേ ഇത്. ഇതൊരു സഹകരണത്തിൽ പോകേണ്ടത്. കാരണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ മത്സരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും, അവര് ആഗ്രഹിച്ച സാധനങ്ങൾ അവർക്കും എടുക്കാതെ വരും. അങ്ങനെ ആകെ പ്രശ്നങ്ങളായി മൊത്തത്തിൽ ഈ വർക്ക് കുളമായി പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. പറ്റുമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ചെടുക്കുക, അവരുമായിട്ട് സംസാരിക്കുക. പിന്നീട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് പിന്നെയും ഇവരുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നേ. അപ്പം അവരുമായിട്ട് ആ റിലേഷൻ ഇത് ചെയ്യുക. ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പടം മിസ്സായി പോയെങ്കിൽ നമുക്ക് വിളിച്ച് ഇതുപോലെ എന്റെ കയ്യിൽ നിന്ന് ഒരു പടം മിസ്സായിട്ടുണ്ട്, ആ പടം ഒന്ന് തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ കാലഘട്ടത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനത്തെ സഹകരണം വളരെ കുറവായിട്ട് ഭയങ്കര അങ്ങ് മത്സരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ നല്ല ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമല്ല അത്. ഒരു നല്ല രീതിയിലുള്ള ഒരു മത്സരമല്ല. മറ്റേ ഓപ്പോസിറ്റ് വരുന്നവൻ എങ്ങനെയും താറടിച്ച് അവനെ മോശമാക്കുന്ന രീതിയിലുള്ള മത്സരം. അത് കഴിഞ്ഞതിന് ശേഷം ഇനി വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ എന്റെ അടുത്ത് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അവന്റെ ഓപ്പോസിറ്റ് വന്ന ഫോട്ടോഗ്രാഫർ ഈ വധുവിനെയും വരനെയും വിളിച്ചിട്ട് അവനെ കുറിച്ച് കുറ്റം പറഞ്ഞു. എന്തിനാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓൾറെഡി നിങ്ങൾ മത്സരിക്കുക. അതിന്റെ ഇടയ്ക്ക് വർക്കിന് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മത്സരം കാണിക്കുന്നത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പിടികിട്ടിട്ടുണ്ടോ? ഇത് മത്സരിച്ച് ചെയ്യേണ്ട ഒരു ജോലിയല്ല. മത്സരിച്ചാൽ നിങ്ങൾ തോറ്റുപോകുള്ളൂ. ആരും മത്സരിച്ച് തോറ്റുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്ന് പറയുന്നത് അതൊരു ടാലന്റഡ് ആയിട്ടുള്ളതാണ്. അതിന് നമ്മൾ മത്സരിക്കുക, ആരോടെങ്കിലും വിദ്വേഷമോ പകയോടുകൂടി ഇത് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ആകത്തില്ല, അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ മത്സരിച്ച് കോമ്പറ്റീറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ശരിയാണ്, ഇതെല്ലാം നിൽക്കുമ്പോൾ പോലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹവും കരുതലും ഒക്കെ എപ്പോഴും നമുക്ക് ഉണ്ടാകണം. ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകണം. നമ്മൾക്ക് ഓപ്പോസിറ്റ് വരുന്നവർ ഒരിക്കലും ഫോട്ടോഗ്രാഫർമാർ നമ്മുടെ ശത്രുക്കളാണെന്ന് നിങ്ങൾ കരുതരുത്. അവനെ ഏത് വിധേനം തോപ്പിക്കുക എന്നുള്ള രീതി വർക്ക് ടൈമിൽ നിങ്ങൾ സ്പോട്ടിൽ ചെയ്താല് നിങ്ങൾക്ക് നല്ല തട്ടുകേട് കിട്ടും. അതിൽ യാതൊരു മാറ്റമുള്ള കാര്യമില്ല. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഞാൻ ആലപ്പുഴയിൽ ഒരു വർക്ക് എടുത്തോണ്ടിരിക്കുന്ന സമയമാണ്. ഞാനിങ്ങനെ ഒരു കസേരയുടെ മുകളിൽ കയറുന്ന വെച്ച് ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. കൃത്യമായിട്ട് ഞാൻ ക്യാമറ വെച്ചു ഫോട്ടോ എടുത്തോണ്ടിരുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോഗ്രാഫർ കൈ കൊണ്ട് തട്ടി ഫോട്ടോ എടുക്കുന്നില്ലല്ലോ, ഞാനൊരു ഒറ്റ കസേരയല്ല നിന്ന് തട്ടി. ഞാൻ നേരെ പുറകോട്ടങ്ങ് മറിഞ്ഞ് നേരെ എന്ന് എന്റെ തലയൊന്ന് അടിച്ചു. അപ്പൊ അന്ന് എന്റെ വലിയൊരു ടീം തന്നെയായിരുന്നു എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. നേരെ ഒന്ന് തലയടിച്ചു. എനിക്ക് ഒരു 3-4 സെക്കൻഡ് നേരത്തേക്ക് ബോധമില്ലാതെ പോയി. ഞാൻ എഴുന്നേറ്റു. നോക്കിയപ്പോഴത്തേക്ക് ക്യാമറയ്ക്കൊന്നും സംഭവിച്ചിരുന്നില്ല. പക്ഷെ അതിന്റെ ഫ്ലാഷിന്റെ ഷൂ കംപ്ലൈന്റ് ആയി, പൊട്ടി. പിന്നെ അവരുമായിട്ട് നമ്മൾ വേറെ ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് എന്നെ കൈ കൊണ്ട് തട്ടിയിട്ട ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ ഇത് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, അദ്ദേഹം എന്തിനാ എന്നെ തട്ടിയിട്ടെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. ഇനി അദ്ദേഹം അറിയാതെ എങ്ങാനും തട്ടിയതാണോ അതോ അറിഞ്ഞു തട്ടിയതാണോ അതോ സത്യത്തിൽ അതൊരു മത്സരം പോലെ പോയായിരുന്നു ആ വർക്ക്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. എനിവേ എന്താണേലും അത് ചെയ്ത ആള് അതിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം എന്തിനാണ് തട്ടിയിട്ടതെന്ന് ഇന്നുവരെ എനിക്ക് മനസ്സിലായിട്ടില്ലത്. സോ നമ്മൾ അങ്ങനെ ആളുകളോട് പെരുമാറരുത്. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവര് ഫോട്ടോഗ്രാഫേഴ്സാണ്. നമ്മളെ പോലെ തന്നെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ളവരാണ് അവര്.
അപ്പം അവരോട് നമ്മൾ ഏറ്റവും നന്നായിട്ട് പെരുമാറുക, അവരും നമ്മളോട് നന്നായിട്ട് പെരുമാറട്ടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആക്ച്വലി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമ്മുടെ തന്നെ സുഹൃത്തുക്കളുടെ ഒക്കെ ഉണ്ട്. സോ ഞാൻ അങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഇനി വേണമെങ്കിൽ ഞാനത് സംസാരിക്കും. ഞാൻ ടെക്നിക്കലായിട്ട് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. കാരണം ഞാൻ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫിയുടെ ടെക്നിക്കൽ സൈഡുകൾ എന്തെങ്കിലും ടിപ്സുകളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.